പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലൂടെ ചരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ധ്യാനം ക്രമീകരിച്ചത്. ഈ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പൂർവിക പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്കും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്കും ക്രിസ്തു യേശു ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവം ഉണ്ടാകുവാൻ, അബ്രാഹാമിനെ പോലെ സാറയെ പോലെയൊക്കെ വിശ്വാസത്താൽ മഹത്വമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ ധ്യാനിച്ചു പോകുന്ന ഭാഗം തന്നെ ഈ പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസം മൂലം തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. ഗർഭധാരണത്തിന് യാതൊരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, സാറായ്ക്ക് ഗർഭം ധരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ ചിരിച്ചു. അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 18-ൻ്റെ 12-ാമത്തെ വാക്യം: അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറിയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അപ്പോൾ അബ്രാഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച സാറ ചിരിച്ചത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? സാറ ചിരിച്ചു. ഒരിക്കലും ഇനി എനിക്കത് സാധ്യമല്ല, ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ള കാര്യം ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വിവരക്കേട് പറയില്ലേ എന്നുള്ള രീതിയിൽ സാറ ചിരിച്ചു. പറയുന്നത് കർത്താവാണ്, ദൈവദൂതനാണ്, പക്ഷേ വിവരക്കേട് പറയില്ലേ എന്നുള്ള അർത്ഥത്തിൽ സാറ ചിരിച്ചു. കാരണം എന്താണ്? സാറയ്ക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാകുകയില്ല, കാരണം അതിൻ്റെ പ്രായം കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് എല്ലാവർക്കും ഈ പ്രകൃതിയിലെ അറിവുകളും പഞ്ചേന്ദ്രിയങ്ങളിലെ ലഭിക്കുന്ന അറിവുകൾ, കാഴ്ച, കേൾവി, രുചി, ഗന്ധം, സ്പർശം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യൻ അതെല്ലാം തികഞ്ഞതാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയുണ്ടെന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ബുദ്ധിയുണ്ട്. ഇതിന് ജ്ഞാനമെന്ന് മനുഷ്യൻ വിളിക്കുന്നു, പക്ഷേ ഇതിനെ മാനുഷിക ജ്ഞാനമെന്ന് വിളിക്കണം. മനുഷ്യൻ്റെ അറിവാണ്, മനുഷ്യൻ്റെ ജ്ഞാനമാണ്. എന്നാൽ ദൈവവചനം അത് സത്യമാണ്. ആ ദൈവവചനമാകുന്ന ഉറവയിലൂടെ ലഭിക്കുന്ന ജീവൻ്റെ ജലം, അത് നമ്മുടെ പരിമിതിക്കപ്പുറത്താണ്. അതുകൊണ്ടാണ് സാറായോട് സാറ ചിരിച്ചപ്പോൾ ചോദിച്ചത്, കർത്താവിന് നിൻ്റെ ഭാര്യ ചിരിക്കുന്ന എന്താണ്? അബ്രാഹത്തോട് ചോദിക്കുകയാണ്, നിൻ്റെ ഭാര്യ ചിരിക്കുന്ന എന്താണ്? കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ?
കർത്താവിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? സാറ ഗർഭം ധരിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. പ്രായം കവിഞ്ഞിട്ടു കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിൽ സാറ പൂർണ്ണമായി വിശ്വസിച്ചു. അവൾ വീടിനകത്ത് നിന്നാണ് ചിരിക്കുന്നത്, പക്ഷെ ദൈവം അറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി. അതും ഒരുവനിൽ നിന്ന്, മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. നമ്മൾ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. അന്ത്യകാലത്ത്, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും, അവരുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഹല്ലേലൂയ. എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവിടെ അബ്രാഹാം സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? തൻ്റെ സന്തതി ഇല്ലാതിരിക്കുക, തൻ്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കുമെന്നുള്ള, വിശ്വാസത്തിൻ്റെ മക്കളുണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ്. സ്വപ്നം കാണുകയാണ്. 75 വയസ്സായി, കുഞ്ഞുണ്ടായിട്ടില്ല. പക്ഷേ വിശ്വാസത്താൽ ഇപ്പോൾ അവർ ദൈവസന്നിധിയിൽ ഉറച്ചിരിക്കുകയാണ്. സ്വപ്നങ്ങളുണ്ടാവുകയാണ്. സാറായും അനുസരിക്കുകയാണ് ആ വിശ്വാസം. സാറായി കുഞ്ഞുണ്ടാകുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ മറിയത്തോടും എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് പറഞ്ഞ അങ്ങനെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഇവിടെ 2 കൊരിന്ത്യർ 5-7 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു വചനമാണ്, എന്നെങ്കിലും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് തികഞ്ഞു വരികയാണ് വിശ്വാസം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. കണ്ടോ, ഇവിടെയാണ് ആദ്യം പാടിയത്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരവും കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, അബ്രാഹത്തോട് ദൈവം അരുളി ചെയ്തു, നിനക്കൊരു മകനെ തരും, അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽത്തരി പോലെയും എണ്ണമല്ലാത്തവണ്ണമായിരിക്കും, ലോകമെങ്ങും വ്യാപിക്കും, ഒന്നുമില്ലാതിരിക്കെ. 75-ാമത്തെ വയസ്സിലൊരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കെ മാമറയുടെ ഓക്കുമരത്തോപ്പിലിരുന്ന 2 ആളുകളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് അപ്പവും രുചികരമായ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തപ്പോൾ അവരനുഗ്രഹിക്കുകയാണ്, നാളെ ഈ ആണ്ടിൽ അടുത്ത ആണ്ടിൽ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഇത് കേട്ട സാറ ചിരിക്കുകയാണ്.
പക്ഷെ പ്രിയമുള്ളവരെ, അത് സത്യമായി, അത് യാഥാർത്ഥ്യമായി. ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് വളർന്നു, ഇസഹാക്ക് എന്ന് പേരിട്ടു. പക്ഷെ ഇപ്പോൾ കുഞ്ഞ് അബ്രാഹാമിൻ്റെയും സാറായുടെയും മുമ്പിൽ വാഗ്ദാനത്തിൻ്റെ സന്തതിയായി നിൽക്കുമ്പോൾ തന്നെ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, ഈ കുഞ്ഞിനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് ബലിയർപ്പിക്കണം. രണ്ടാമത്തെ ഒരു പരീക്ഷണം. ഒന്നാമത്തെ പരീക്ഷണം, ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായിരിക്കെ ദേശം വിട്ടു പോകണമെന്ന് പറഞ്ഞു. സ്വന്തക്കാരെ, ബന്ധക്കാരെ എല്ലാം വിട്ടു പോകണമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ സഹോദരൻ്റെ മകനുമുണ്ട്. അവനെന്തോ ദയ തോന്നിയിട്ട്, അല്ലെങ്കിൽ അവനോട് എന്തോ ദയ തോന്നിയിട്ട് ഈ കാർന്നവരുടെ കൂടെ കൂടിയതാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കണു? രണ്ടുപേരും സ്വത്തിൻ്റെ പേരിൽ തർക്കം വന്ന് വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും പോകണ്ട എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടും രണ്ടായി ഭാഗം പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഭാര്യയും അബ്രാഹാമും ദാസന്മാരും ദാസികളും കാര്യസ്ഥന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുടുംബത്തിലേക്ക് മനോഹരമായ ഒരു അതിഥി, ഒരു സംഭവം, ഒരു മകനായി ഇസഹാക്ക് ജനിക്കുന്നത്. എന്തെന്നില്ലാത്ത ആനന്ദം, എന്തെന്നില്ലാത്ത സന്തോഷം. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, അബ്രാഹത്തോട് പറയുകയാണ്, നിൻ്റെ മകനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 20 എബ്രായർ ലേഖനത്തിൽ പറയുന്ന 11-ാം അധ്യായത്തിൽ പറയുന്ന മിക്കവാറും വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളെല്ലാം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ആണ് എഴുതിയിരിക്കുന്നത് അബ്രാഹാമിൻ്റെ ബലിയെക്കുറിച്ച്. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടെ നിന്ന് വിളിച്ചു, ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അബ്രാഹാം എന്ന് ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹാം ഇതാ ഞാനെന്ന് വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. എത്രയോ സങ്കടകരമായ ഒരു ദൂത്. നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ശൂനംകാരിയുടെ കുഞ്ഞ് മരിച്ചപ്പോൾ പ്രവാചകനോട് എലീഷ പ്രവാചകനോട് ചെന്നിട്ട് ശൂനംകാരി സ്ത്രീ പറയുന്നുണ്ട്, നീ എന്തിനെന്നെ ഉപദ്രവിക്കാൻ വന്നു? നീ എന്തിന് എന്നെ വേദനിപ്പിക്കാൻ വന്നു? ഞാൻ നിന്നോടൊരു കുഞ്ഞിനെ ചോദിച്ചോ? നീ എനിക്ക് എന്തിനൊരു കുഞ്ഞിനെ തന്നു? സ്ത്രീയെ, നിനക്ക് എന്ത് പറ്റി? എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. കണ്ടോ, എന്തിന് ഈ കടുത്ത പരീക്ഷണം? എന്താണ് ഇതിൻ്റെ ആവശ്യം? പാട്ടുകാരനിങ്ങനെ പാടി, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാം. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, ഞാൻ തീയിലല്ല വീഴുന്നത്, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ വിശ്വാസം അബ്രാഹാം ഊട്ടിയുറപ്പിച്ചു. അബ്രാഹാം ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് യാത്ര പുറപ്പെട്ടു. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, മോറിയ ദേശത്തേക്ക് പോവുക, അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയെ അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ്, അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട്
2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ബുദ്ധിയിലാണ്, ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായും കുറേ ദിവസം എടുക്കും നമ്മൾ ഇതൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും. നമ്മുടെ ആത്മീയമായിട്ട് നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവർക്ക് ഒട്ടും ഇത് പറ്റൂലല്ലോ. അല്പം വിശ്വാസമൊക്കെ ഉള്ളവരും ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കണമെന്ന് പറയുന്നവരൊക്കെ ആണെങ്കിൽ അവരവരുടെ എൽഡർമാരോടും പുരോഹിതനോടും കുമ്പസാരക്കാരനോടൊക്കെ ചെന്ന് ചോദിച്ച് ഒരിടത്ത് പറ്റിയില്ല അടുത്ത സ്ഥലത്ത് ഇങ്ങനെ 100 സ്ഥലത്തേക്കിടെയൊക്കെ പ്രാർത്ഥനാ സഹായം ഒക്കെ ആവശ്യപ്പെട്ട് ഇതെങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി കിട്ടാൻ വേണ്ടി 10 ധ്യാനം കൂടി എൻ്റെ പൊന്നെ കണ്ണീരും കൈയായിട്ട് നടന്ന് ഒരു പരുവമായിട്ടാണ് ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നത്. മിക്കവാറും പോകൂല. എന്നിട്ട് പറയും, ദൈവം എന്നെ അതിൽ നിന്ന് തടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, അനേക സ്ഥലത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് അവരൊക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് ബലിയർപ്പിക്കേണ്ടി വന്നില്ല, പിന്നീട് ദൈവം എന്നോടതൊന്നും പറഞ്ഞില്ല എന്ന് പറയും. ഇതങ്ങനെയല്ല. ഇത് പറഞ്ഞ് വൈകുന്നേരം പറഞ്ഞെങ്കിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് മോറിയ മലയിലേക്ക് പോവുകയാണ്. അതിന് കാരണം പറയുന്നത് പൗലോസ്ലീഹ പറയുന്നത്, എല്ലാവരും ജ്ഞാനത്തിലാണല്ലോ, ദൈവിക ജ്ഞാനത്തിൽ, ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ. അപ്പോൾ പൗലോസ്ലീഹ അതിന് കാരണം പറയുന്നത് എബ്രായർ ലേഖനം 11:17. കാരണം പറയുന്നത് എങ്ങനെയാണ്? വിശ്വാസം മൂലമാണ് അബ്രാഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്കും പിന്നെയും തലമുറയ്ക്കും അടിസ്ഥാനമിട്ടു ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ അബ്രാഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മാറ്റമില്ലെന്നും ഇസഹാക്ക് ഈ ബലിയിലൂടെ മരണപ്പെട്ടാൽ തിരിച്ച് അവനെ പുനർജീവിപ്പിച്ചു തരാൻ കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഏത് തരത്തിലുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ വിശ്വാസം ഏത് തരത്തിലുള്ളതാണ്? നമ്മുടെ ബുദ്ധിപരമായിട്ടാണോ അതെയോ നമ്മൾ കാഴ്ചയിലല്ല വിശ്വാസത്താലാണോ നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. വീണ്ടും നമ്മൾ എബ്രായർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. വിശ്വാസം മൂലം ജോസഫ് എന്തു ചെയ്തു? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് വിശ്വാസാൽ യോസേപ്പ് കണ്ടു. അപ്പോൾ തൻ്റെ അസ്ഥികളും എടുക്കണമെന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. നമുക്ക് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
വിശ്വാസത്തോടു കൂടി ജീവിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു തോന്നലല്ല, അത് ഉറപ്പായിരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, കർത്താവേ നന്ദി, ആരാധന, സ്തുതി സ്തുതി സ്തുതി. കർത്താവേ, ഈ പൂർവികരുടെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിവള്ളി വാടി വീണാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും തൊഴുത്തിൽ കന്നുകാലികളില്ലാതായാലും കർത്താവാണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ ശക്തി, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഭൗതിക സമ്പത്തിൽ ഊന്നി നിൽക്കാതെ ഒന്നുമില്ലായ്മയിലും ഞങ്ങളെ നയിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ച് ബലത്തോടെ ശക്തിയോടെ മുന്നേറുവാൻ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ വലിയ തീക്ഷ്ണതയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.